വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു 2 വർഷം മുമ്പ് എൻ്റെ 25th ബർത്ത്ഡേക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നല്ലാതെ യൂട്യൂബിന് വേണ്ടി ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല. റീസെൻ്റ്ലി ഞാൻ ഒരു 100 days ചാലഞ്ചിൻ്റെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ചാനൽ എവിടെയും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ എൻ്റെ 2024 ഒരു റെസൊല്യൂഷൻ ആയിരുന്നു യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓൾ മെമ്മറീസ് അല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഒരു മെമ്മറീസ് ആണ്. സോ ഐ തോട്ട് അടുത്ത വർഷത്തേക്ക് വെക്കണ്ട, ഇത്തവണ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. സോ പെട്ടെന്ന് എനിക്കൊരു തോട്ട് വന്നു, ഓക്കെ വീഡിയോ ചെയ്യണം എന്ന്. അപ്പം എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. അപ്പം ദിസ് ഇസ് മൈ ഫസ്റ്റ് എവർ വീഡിയോ. അപ്പം എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ വെൽക്കം ടു മൈ ഫസ്റ്റ് വീഡിയോ. ഇതിപ്പോൾ ക്രിസ്മസ് സീസൺ ആണല്ലോ, അപ്പോൾ എല്ലായിടത്തും എല്ലാവരും ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കും ഈ ട്രീ ചെയ്യണം അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ റൂം എന്തായാലും നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്യാം, കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് ചെയ്യാം. കാരണം നമുക്ക് റൂം മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ റൂമിൽ കുറച്ച് ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതാണ് ഞാൻ വാങ്ങിച്ച കുട്ടി കുട്ടി സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആദ്യം ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാം. ഇത് ലൈറ്റ്സ് ഉള്ള ട്രീ ആണ്. ഞാനിപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ എൻ്റെ ട്രീ സെറ്റ് ചെയ്യാന്ന് വെച്ചത്. കാരണം റൂമിനകത്ത് നമുക്ക് വലിയൊരു ട്രീ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ റൂമിലെ സ്പേസ് ഒക്കെ പോകും. അപ്പോൾ ഞാനടുത്ത് ഈ ഒരു ടേബിൾ നമുക്കൊരു ക്രിസ്മസ് ടേബിൾ പോലെ സെറ്റ് ചെയ്യാണ്. അപ്പം ഞാനിത് ഇവിടെ അഡ്ഡെന്നാണ് ഈ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചത്. ഈ ട്രീ ആണ്. എനിക്ക് ഷോപ്പിൽ ചെന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രീ ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്, ചെറുതാണ്, ഗ്രീൻ കളർ ട്രീ, ഇങ്ങനെ വൈറ്റ് സ്നോ പോലെയൊക്കെ. അപ്പം ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ടൈമിന് ശേഷം ഞാനിത് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ലൈറ്റപ്പ് ചെയ്തപ്പോൾ ഇതിന് ഓൾറെഡി ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ട്രീ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാണ്. കുട്ടി കുട്ടി സാധനങ്ങൾ മാത്രമേ, ഞാൻ വളരെ കുറച്ച് ഡെക്കറേഷൻസ് മാത്രമേ വാങ്ങിച്ചേക്കുന്നത്. സോ ഈ ബോൾസ് സെറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഈ ട്രീ നല്ല അടിപൊളിയായിട്ടോ. അത് എല്ലാം ഒരു ഗോൾഡൻ തീമിലാണ് ഞാൻ പിടിച്ചേക്കുന്നത്. ദെൻ ഈ ഒരു ചെയിൻ പോലത്തെ മാല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സംഭവം. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. ആൻഡ് ഇത് അടിപൊളിയായിരുന്നു. ഞാൻ എന്നിട്ടത് ട്രീലിങ്ങനെ, എനിക്ക് അറിയത്തില്ലായിരുന്നു കറക്റ്റായിട്ടൊന്നും ചെയ്യാനായിട്ട്, ബട്ട് സ്റ്റിൽ എനിക്ക് മാനേജ് ചെയ്ത് അറിയാവുന്ന പോലെയൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടു. ആ ഒരു ഗോൾഡൻ തീമിൽ തന്നെയാണ് ഞാൻ എല്ലാതും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ ബെൽസിൻ്റെ ഷേപ്പിലുള്ള ബെൽസിലിടാറ്. ഇതെനിക്ക് ഈ സൗണ്ട് കേൾക്കുന്ന ബെൽസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ ബെൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് സംഭവങ്ങളൊക്കെ ട്രീ പോലത്തെ ഡെക്കറൊക്കെ ഇട്ട് ചെയ്തപ്പോൾ ഇതുപോലെയാണ് വന്നത്. പിന്നെ ഈ ലൈറ്റ് കത്തുന്നൊരു മാല നമ്മൾ ഇതിനടിയിൽ ബേസായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവമാണ്. ഞാനിതിനെ പപ്പാനി എന്നായിട്ട് വിളിക്കുന്നത്. എനിക്കിത് ഷോപ്പിൽ വെച്ചത് ലൈറ്റ് എത്തുമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഇത് ലൈറ്റ് കത്തുന്നത് നല്ല രസമുണ്ട്. then രാത്രി ഇങ്ങനെ കളേഴ്സൊക്കെ മാറിക്കിപ്പം അടിപൊളിയാണ്. ഇതും കൂടി വന്നപ്പോഴത്തേക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, ഇതിൻ്റെ മൊത്തം ലുക്ക്. സോ ഇതാണ് എൻ്റെ ആ ഒരു ഏരിയ, ട്രീയും പിന്നെ ബേസും പിന്നെ ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇത് ഫുൾ സെറ്റായി. പിന്നെ നമ്മളൊരു റീത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡോറും ഇടാനായിട്ട്. അപ്പം എൻ്റെ റൂമിൽ തന്നെയുള്ള ബാത്റൂമിൻ്റെ ഡോറുമായിട്ട് ഞാനിത് ഫിക്സ് ചെയ്ത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ തവണ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്റ്റാർ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ സ്റ്റാറിന് നമ്മുടെ നാട്ടിലെ പോലത്തെ ആ ഒരു സംഭവം കിട്ടാത്തതുകൊണ്ട് ഞാനൊരു പ്ലെയിൻ സ്റ്റാർ വാങ്ങിച്ചിട്ട് LED ലൈറ്റ് ചുറ്റി. ആൻഡ് ഇതെൻ്റെ റൂമിൻ്റെ ഡോർമ ഫിക്സ് ചെയ്തു. എങ്ങനെയുണ്ട് സ്റ്റാർ? നൈസായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റാറാണ് എനിക്കിതിൽ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തൊരു എഫക്റ്റ് തോന്നി. പിന്നെ എൻ്റെ മിററിൻ്റെ അവിടെ ഞാനൊരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് ഇത് ഇങ്ങനെയാണ് ഇപ്പം മൊത്തം എൻ്റെ ആ ഒരു സൈഡ്, ആ ഒരു റൂമിൻ്റെ ഒരു സൈഡ് ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത്. ബാത്റൂമിൻ്റെ അവിടെ ഡോറും ഇതൊക്കെ ആയിട്ട് റീത്തൊക്കെ ആയിട്ട്. പിന്നെ ഞാനൊരു ക്യാൻഡിൽ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ ഞാനൊരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് ക്യാൻഡിൽ ഹോൾഡർ വെച്ചു. സോ ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. എൻ്റെ ഈ ഒരു കുട്ടി മേക്ക് ഓവറിൻ്റെ ക്യാൻഡിലും ഇതൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഒരു കുഞ്ഞ് സ്പേസിനകത്ത് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് ക്രിസ്മസ് വൈബൊക്കെ ആക്കി കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഇതാണ് എൻ്റെ കുഞ്ഞു വീഡിയോ മേക്ക് ഓവറിൻ്റെ. അപ്പം മേരി ക്രിസ്മസ് എല്ലാവർക്കും ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.